വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗത്തിൽ കർമ്മയോഗമാണോ കർമ്മസന്യാസമാണോ ശ്രേഷ്ഠം എന്നുള്ള അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ ഗീതോപദേശം തുടരുന്നു. ഭഗവാന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അർജുന, കർമ്മയോഗവും കർമ്മസന്യാസവും മോക്ഷത്തിനുള്ള മാർഗങ്ങളാണ് എങ്കിലും കർമ്മയോഗത്തിലൂടെ മാത്രമേ കർമ്മസന്യാസത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ആത്മാവ് ശരീരം സ്വീകരിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാനാണ് എന്ന് ഭഗവാൻ നേരത്തെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ഭഗവത് സ്മരണയോടെ ഒട്ടലും ഫലപ്രതീക്ഷയും ഇല്ലാതെ ചെയ്യുന്നതാണ് കർമ്മയോഗം. കർമ്മയോഗത്തിലൂടെ മനസ്സ് ശുദ്ധമാകാൻ തുടങ്ങുന്നു. രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും അകലുന്നു. ഉള്ളിൽ ആത്മചൈതന്യം തെളിയാൻ തുടങ്ങും. ശുദ്ധമായ മനസ്സാണ് ആത്മാവിനെ അറിയാനും അടുക്കാനും കർമ്മയോഗിയെ സഹായിക്കുന്നത്. അങ്ങനെ ആത്മാവുമായി അടുക്കും തോറും മനസ്സിൽ ആഗ്രഹങ്ങളും ഫലപ്രതീക്ഷകളും കുറഞ്ഞ് രജോ തമോ ഗുണങ്ങളില്ലാതെയായി സത്വഗുണം വർദ്ധിച്ചു വരുന്ന കർമ്മയോഗി മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും സന്മാർഗത്തിൽ നയിക്കാനുമുള്ള കഴിവ് നേടുന്നു. ഇങ്ങനെ ആത്മശുദ്ധിയും ഇന്ദ്രിയ നിയന്ത്രണവും നേടിയ കർമ്മയോഗി എല്ലാ ജീവാത്മാക്കളിലും ഒരേ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്ന അറിവ് നേടുന്നു. സർവപ്രാണികളുടെ ആത്മാവും തൻ്റെ ആത്മാവും ഒന്നാണ് എന്നറിഞ്ഞ യോഗി കർമ്മങ്ങൾ ചെയ്താലും കർമ്മഫലമൊന്നും അവനെ ബാധിക്കുന്നതേ ഇല്ല. അവൻ ചിത്തശുദ്ധിക്ക് വേണ്ടി ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെ കൊണ്ട് ഒട്ടലില്ലാതെ കർമ്മം ചെയ്യുന്നു. അങ്ങനെ കർമ്മയോഗി കർമ്മസന്യാസിയായി തീരുന്നു. ഇങ്ങനെ ആത്മജ്ഞാനം മനസ്സിൽ കൂടുതൽ തെളിയും തോറും അജ്ഞാനം തനിയെ നശിച്ച് ഉള്ളിൽ ആത്മതത്വം പ്രകാശിക്കാൻ തുടങ്ങുന്നു. ജീവാത്മതത്വത്തെ അറിഞ്ഞ യോഗി ശരീരമാണ് താൻ എന്ന അജ്ഞത മാറി ആത്മാവാണ് താൻ എന്ന അറിവ് നേടുന്നു. തുടർന്ന് എല്ലാവരിലും ഇതേ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്നുള്ള അറിവ് നേടി എല്ലാ ജീവാത്മാക്കളെയും സമമായി എന്ന് വെച്ചാൽ ബ്രാഹ്മണനെയും ചണ്ടാളനെയും പട്ടിയെയും വരെ ഒരേ സമമായി കാണാൻ തുടങ്ങും. സമദർശനമാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ആദ്യത്തെ പടി. ഒരേ പരമ്പൊരുളാണ് എല്ലാ ജീവാത്മാക്കളിലും പ്രകാശിക്കുന്നത് എന്ന പരമജ്ഞാനം നേടി ജഗത്തിനാധാരമായ പരബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ച് അക്ഷയമായ ആനന്ദം അനുഭവിക്കുന്നു. ഇന്ദ്രിയ മനോബുദ്ധികളെ വെളിയിലെ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിൻവലിച്ച് ആത്മചൈതന്യത്തിൽ പ്രതിഷ്ഠിച്ച് ധ്യാനയോഗത്തിലൂടെ ആത്മാനന്ദം അനുഭവിക്കുന്നു. കാമക്രോധങ്ങളോ രാഗദ്വേഷങ്ങളോ ഒന്നും യോഗിയെ ബാധിക്കുന്നില്ല. അവൻ ആത്മശുദ്ധിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അവൻ്റെ ഹൃദയത്തിൽ ആത്മജ്ഞാനം തെളിഞ്ഞ് പ്രകാശിക്കുന്നത് കൊണ്ട് പാപങ്ങളെല്ലാം നീങ്ങി ബ്രഹ്മജ്ഞാനി സർവജീവികളുടെയും ക്ഷേമത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഭഗവത് ധ്യാനത്തോടുകൂടി മാനവസേവ ചെയ്യും. അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കി ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി ധ്യാനയോഗത്തിൽ മുഴുകുന്നു.
ധ്യാനയോഗത്തിലൂടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ജീവാത്മാവ് പ്രപഞ്ചരൂപിയായ പരമാത്മാവ് തന്നെയാണ് എന്നും എല്ലാ ജീവാത്മാക്കളുടെയും സുഹൃത്താണ് എന്നും നാം ചെയ്യുന്ന യജ്ഞ തപകർമ്മങ്ങളുടെയെല്ലാം ഭോക്താവാണ് എന്നും സർവലോകമഹേശ്വരനാണ് എന്നും അറിഞ്ഞ് പരമശാന്തി അനുഭവിക്കുന്നു. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ 5-ാം അധ്യായം കർമ്മസന്യാസ യോഗത്തിലെ ഉപദേശങ്ങൾ പൂർണ്ണമാക്കുന്നു. 6-ാം അധ്യായത്തിൽ ധ്യാനയോഗം നമുക്ക് വിവരിച്ച് പറഞ്ഞു തരുന്നു. ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.